ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായിട്ടാണ്. വളരെ എളുപ്പത്തിലും രുചികരവുമായ ഒരു പാവയ്ക്ക കറി തയ്യാറാക്കിയാലോ. ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പാവയ്ക്കയാണ്. ആദ്യം തന്നെ പാവയ്ക്ക നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വട്ടത്തിൽ ഒരിടത്തരം വലുപ്പത്തിൽ അരിഞ്ഞ് അതിനകത്ത് കട്ടിയുള്ള കുരു എല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു സവാള, 2 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാം. അതുപോലെ തന്നെ ഒരു തക്കാളി. ഇത് മൂന്നും ഞാനിവിടെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പാവയ്ക്ക ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് പാവയ്ക്ക നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, ഉള്ളി, പച്ചമുളക് ചേർക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. വേവിക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഇത് കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് അടപ്പൊന്ന് തുറന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇപ്പോൾ ദേ നമ്മുടെ പാവയ്ക്ക, തക്കാളി, ഉള്ളി എല്ലാം നന്നായി ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് പാവയ്ക്കയിലേക്ക് ചേർക്കാൻ ആവശ്യമായ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 10 കല്ലി വെളുത്തുള്ളി, 9 10 ചുവന്നുള്ളി, ഒരു മുറി തേങ്ങ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം. പിന്നീട് അതിലേക്ക് 2 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് തേങ്ങ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ദേ ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് പാവയ്ക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എപ്പോഴും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ ഈ സമയത്ത് നമ്മൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മൂടി വെച്ച് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ദേ നമ്മുടെ പാവയ്ക്ക കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. പാവയ്ക്ക കറി ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറവ് കൂടെ ചേർക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ചെറിയുള്ളി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്ന സമയത്ത് അത് നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റിൽ വറുത്തരച്ചൊരു പാവയ്ക്ക കറി തയ്യാറായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.